കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. അർജുനനും കൃഷ്ണനും സമർപ്പിച്ചിരിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് പമ്പാ നദിയിലാണ് വള്ളംകളി നടക്കുന്നത്. ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാ നദിയിൽ ആറന്മുള വള്ളംകളി നടക്കുന്നത്. തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മാങ്ങാട്ടില്ലത്തു നിന്നും തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് വരുന്ന തോണിയെ അകമ്പടി സേവിച്ചിരുന്ന പള്ളിയോളങ്ങളുടെ പ്രൗഢിയും കായികക്ഷമതയും കലാമേന്മയും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നു. നെടുമ്പ്രയാർ പള്ളിയോടമാണ് ഇതിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയോടം എന്ന് വിശ്വസിക്കുന്നു. 52 ചുണ്ടൻ വള്ളങ്ങൾ ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നു. വള്ളംകളിയിൽ വെള്ളമുണ്ടും തലപ്പാവുമണിഞ്ഞ തുഴച്ചിൽക്കാർ വള്ളപ്പാട്ടുകൾ പാടുന്നു. പള്ളിയോളങ്ങളുടെ അമരച്ചാർത്തും നടുവിലായുള്ള മുത്തുക്കുടയും കൊടിച്ചാമരങ്ങളും ഇതൊരു നയന മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ നടന്നുവരുന്ന ഈ ജനമേള കലാസാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. മനോഹരമായി അലങ്കരിക്കപ്പെട്ട പള്ളിയോളങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും ഈ ആറന്മുള വള്ളംകളിയിൽ നടക്കുന്നു. പള്ളിയോടങ്ങൾ ആറന്മുളയുടെ തനതായ ചുണ്ടൻ വള്ളങ്ങളാണ്. വളരെ ബഹുമാനപൂർവ്വമാണ് ഭക്തർ പള്ളിയോടങ്ങളെ കാണുന്നത്. പാർത്ഥസാരഥിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നവയാണ് പള്ളിയോടങ്ങൾ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഓരോ കരക്കാരുടെയും അഭിമാനമായ പള്ളിയോടങ്ങൾ ഈ ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് വരുന്നവർക്കും ജനങ്ങൾക്കും അവിടെ ഭക്തർക്കും കാഴ്ചക്കാർക്കും വളരെ നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ഓരോ ചുണ്ടൻ വള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോരോ ഗ്രാമങ്ങളുടേതാണ്. എല്ലാ വർഷവും മത്സ്യ എണ്ണ, കൊപ്ര, കരി, മുട്ടയുടെ വെള്ളക്കരു എന്നിവയായിട്ട് വള്ളങ്ങൾ മിനുക്കി എടുക്കുന്നു. വള്ളം ഈടും ബലവുമുള്ളതാവാനും ജലത്തിൽ തെന്നി നീങ്ങാനുമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. ഗ്രാമത്തിലെ ആശാരി വള്ളത്തിൻ്റെ കേടുപാടുകൾ തീർത്തു കൊടുക്കുന്നു. അതാ ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വള്ളങ്ങൾ ഓരോ ഗ്രാമത്തിലെയും ഓരോ പഞ്ചായത്തിലെയും ജനങ്ങളുടെ അഭിമാനമായി മാറുകയാണ്. അത് ഈ മത്സരത്തിന്റെ തീവ്ര വാശിയുള്ള ഈ ഭക്തിസാന്ദ്രമായ ജലഘോഷ യാത്രയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആറന്മുള പള്ളിയോട് സേവാ സംഘം ഈ ജലോത്സവത്തെ അതിഗംഭീരമായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ 9-ാം പാദ മത്സരം ദേവാച്ചിന്റെ 9-ാം പാദ മത്സരം വളരെ സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി കടന്നു പോവുകയാണ്. അവർ എന്തൊക്കെയോ കുശലങ്ങൾ പറഞ്ഞ് 2 പള്ളിയോടങ്ങൾ കടന്നു വരുന്നു. എന്തൊരു സ്നേഹമാണ്, എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത്. ഒരുപോലെ ഒരേ നാമമാണോ ചൊല്ലുന്നത്, അത് ഓരോ ഈണമാണോ ചൊല്ലുന്നത്, അത് ഓരോ ഈണത്തിനാണ് അഞ്ചുമാണോ പാടുന്നത്. ഏതായാലും ആ ദേശത്തിന്റെ വലിയ കൊലയെടുത്ത് വള്ളത്തിലെ ഇടിച്ചു വളരുന്ന കുട്ടനാടൻ ശൈലിയൊക്കെ വെളുപ്പിരിയുന്നു. മനോഹരമായ ദൃശ്യം ശ്രീലങ്കരെയും തെങ്ങാട് കടലിലും ഇടയാളങ്ങളുടെ കിഴക്കമ്പലത്തിന് സാഹോദര്യത്തോടുകൂടി 46-ാം നമ്പരും അതുപോലെ തന്നെ 46-ാം നമ്പരുമൊക്കെ കടന്നു പോകുന്ന മനോഹരമായ ഭക്തിസാന്ദ്രമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലെ വാച്ചി കടന്നു പോകുന്ന മനോഹരമായ ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഏതായാലും പള്ളിയോട് സേവാ സംഘം ഈ വാച്ചിന്റെ മത്സരം ഇത്ര കൃത്യതയോടുകൂടി കടന്നു പോകുമ്പോൾ അവർ വേദിയിൽ സന്തുഷ്ടരാണ്. ബഹുമാനപ്പെട്ട MP ഒക്കെ ഇവിടെ നല്ല ആശംസാ പ്രസംഗങ്ങളൊക്കെ നടത്തി മനോഹരമായ ആറന്മുളയുടെ ചൈതന്യം വിളിച്ചോതുന്ന ഭഗവാന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷമായി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മാറുന്നു. അങ്ങനെ പള്ളിയോടങ്ങൾ എത്ര ഇട്ടയായിട്ട് എത്ര അനുഗ്രഹത്തോടുകൂടി കടന്നു പോകുന്നു. ഇത് ചുണ്ടൻ വള്ളങ്ങളല്ല, ഇത് പള്ളിയോടങ്ങളാണ്. വള്ള